ജ്ഞാനഹൃദയം. ജ്ഞാനഹൃദയമാണ് നമ്മുടെ ലക്ഷ്യം. So these are the 4 dimensions. First dimension എന്ന് പറയുന്നത് width ആണ്, second dimension depth ആണ്, third dimension height ആണ്, fourth dimension എന്ന് പറയുന്നത് നമ്മുടെ inner heart. Inner heart നിന്നാണ് ഗൈഡൻസ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. സോ നമ്മുടെ വിഡ്ത്തിന്റെ പ്രത്യേകത ലെഫ്റ്റ് സൈഡ് റിസപ്റ്റിവിറ്റി ടെൻഡർനെസ് ആണെങ്കിൽ റൈറ്റ് സൈഡ് എക്സ്പ്രസീവ് ഇൻഫ്ലുവൻസ് സ്റ്റെബിലിറ്റി ആണ്. ഡീപ്പർ ലെവലിൽ നമ്മൾ വളരെ എംപതിയും സിൻസിയറും ആയിരിക്കും. ഹൈറ്റിൽ എലിവേറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഐഡലിസം ഒപ്റ്റിമിസം. ഇന്നർ ഹാർട്ടിൽ അല്ലെങ്കിൽ ഫോർവേഡ് ഹാർട്ട്, യെസ്, അനദർ ഡയമെൻഷൻ ഈസ് ഫോർവേഡ്. നമ്മൾ ജനറസിറ്റി, ക്രിയേറ്റിവിറ്റി, റേഡിയൻസ് ആയിരിക്കും. ഇന്നർ ഹാർട്ടിൽ കപ്പാസിറ്റി ഫോർ ലവ് ആൻഡ് ഗ്രോത്ത്. സോ ഇതിൽ ഓരോ ഹാർട്ടും, ദി ഫസ്റ്റ് ഹാർട്ടാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്, ബ്രോഡ് ഹാർട്ട്, വിഡ്ത്ത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടി ചിലപ്പോൾ തോന്നും ഇതായിരിക്കും ഞാൻ എന്ന് തോന്നാം. നമ്മളിതിൽ എല്ലാ ഹാർട്ടിലൂടെയും കടന്നു പോവുക, പക്ഷെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. ഇതിൽ ഒബ്സർവ് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഹാർട്ട് മനസ്സിലാകുക, നിങ്ങൾ ചുറ്റുമുള്ള ആളുകളുടെ ഹാർട്ടിനെ ജഡ്ജ് ചെയ്യാനല്ല, നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും, ഓക്കെ, വൈ ദേ ബിഹേവ് ലൈക്ക് ദാറ്റ്. ഇതിലൂടെ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് പലരെയും മനസ്സിലാക്കാൻ, ജഡ്ജ് ചെയ്യാനല്ല, അവരെ മനസ്സിലാക്കാനും അവരെ എംബ്രേസ് ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. സോ വിഡ്ത്ത് ഓഫ് ദി ഹാർട്ട്, അതിന്റെ ഒരു പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. ദി ഹാർട്ട് ക്യാൻ ഓൾസോ ബി ബ്രോഡ് എക്സ്റ്റെൻഡഡ് ഓൺ ദി ലെഫ്റ്റ്, ദി റൈറ്റ് ഓർ ഇൻ ബോത്ത് ഡയറക്ഷൻ, മേക്കിംഗ് എ പേഴ്സൺ ബിഗ് ഹാർട്ടഡ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. The broad heart is like a person with arms stretched ആയിട്ടുള്ള, അത്രയും നെഞ്ച് വിരിവ് എന്ന് നമ്മൾ പറയുന്ന ഒരു അവസ്ഥയാണ് ബ്രോഡ് ഹാർട്ട്. വെൽക്കമിങ് ഓൾ ഇൻ ടു എംബ്രേസ്. അത്രയും നമ്മളെ ബ്രോഡ് ഹാർട്ട്, അതായത് നമ്മുടെ വിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കും, നമുക്ക് എല്ലാത്തിനെയും എംബ്രേസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ലോ ഓഫ് അല്ലെങ്കിൽ ദി സൂത്ര ഓഫ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആണ്. എന്ന് വെച്ചാൽ അവർക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അവരെല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. എന്തിനെ എംബ്രേസ് ചെയ്യാൻ പറ്റും? വിത്ത് എ ബ്രോഡ് ഹാർട്ട്. ഇതിന് മനസ്സിലാക്കുക, നമുക്കെല്ലാം എംബ്രേസ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ ഹാർട്ട് ബ്രോഡ് ആയിരിക്കില്ല. ബ്രോഡ് ആണെങ്കിൽ നമുക്ക് എംബ്രേസ് ചെയ്യാൻ പറ്റും, പലതിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുക. നമ്മൾ പറയുന്നത് നമ്മളിലേക്ക് അതിനെ എത്തിക്കാൻ സാധിക്കും. വിത്ത് എ ബ്രോഡ് ഹാർട്ട് യു ആർ എ നാച്ചുറൽ നെറ്റ്വർക്കർ ഹു എക്സ്റ്റെൻഡ് യുവർ പേഴ്സണൽ ബൗണ്ടറി ടു ഈസിലി ഇൻക്ലൂഡ് അതേഴ്സ്. നമ്മുടെ ഒരു പേഴ്സണൽ ബൗണ്ടറിയിൽ നമുക്ക് ആരെ വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു നാച്ചുറൽ എബിലിറ്റി ഓഫ് നെറ്റ്വർക്കർ ആയിരിക്കും. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകളെ കാണാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കാം. നമുക്ക് ഈസിലി നാച്ചുറലി നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും, ബിക്കോസ് നമ്മുടെ ഹാർട്ട് ബ്രോഡ് ആയതുകൊണ്ട് മാത്രമാണ്. സോ താങ്ക്സ് ടു അവർ ഹാർട്ട്. There are 2 sides to the width of the heart, and one side may be more developed than the other. പല സമയത്തും നമ്മുടെ ലൈഫിൽ, എസ്പെഷ്യലി നമ്മുടെ ജെൻഡർ അനുസരിച്ചും ചില സമയത്ത് ഇതിന്റെ ഡെവലപ്മെന്റ് കൂടിയിരിക്കാം. പക്ഷെ നമ്മൾ ഹോൾ ഹാർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയം നമ്മൾ ഇതിന്റെ എല്ലാം ടോട്ടൽ ബാലൻസ് ആയിരിക്കും നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത്. ഇനി നമ്മളുടെ ലെഫ്റ്റ് സൈഡാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ, ലെഫ്റ്റ് സൈഡ് ഓഫ് യുവർ ഹാർട്ട് ഈസ് റിസപ്റ്റീവ്, മേക്കിംഗ് യു എ ഗുഡ് ലിസണർ. നമുക്ക് നല്ല ലിസണർ ആവാൻ സാധിക്കും, നമുക്ക് എല്ലാവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഭയങ്കര എന്താ പറയുക സഹനശക്തി, സഹിഷ്ണുത എന്നെല്ലാം പറയുന്ന ആസ്പെക്ട്സ് ഉണ്ടാവും. യുവർ ഈസി അക്സെപ്റ്റൻസ് മേക്ക് യു വെൽ ലൈക്ഡ്. നമുക്ക് എല്ലാത്തിനും ഈ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മളെ പലർക്കും ഇഷ്ടമായിരിക്കും. യു ഡോണ്ട് കംപ്ലൈൻ അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ പറ്റി കംപ്ലൈൻ ചെയ്യാൻ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ആൻഡ് യു ആർ നോട്ട് ജഡ്ജ്മെന്റൽ. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യാനും നമുക്ക് പൊതുവെ ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവില്ല, നമ്മൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കില്ല. ആൻഡ് യു അപ്രീഷിയേറ്റ് ഡൈവേഴ്സിറ്റി. നമ്മൾ നേരത്തെ കുതിരയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, ആ ഡൈവേഴ്സിറ്റീസിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ടേക്സ് ഓൾ കൈൻഡ്സ്. അതിനെ ഫേസ് ചെയ്യുക, അതിനെ ഓവർകം ചെയ്യുക, ഇതെല്ലാം നമുക്കൊരു ത്രില്ല് തരുന്ന ഒരു ഇതായിരിക്കും. വാട്ട് അതർ പീപ്പിൾ ഡു ഡസൻ ബോദർ യു. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതിൽ ബോധേർഡ് ആയിട്ട് നമ്മുടെ മൈൻഡ് ഇരിക്കില്ല, ബിക്കോസ് വി റിയലി വാണ്ട് ടു ഇൻക്ലൂഡ്. നമ്മുടെ ഇഷ്ടം അതാണ്, നമുക്ക് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ആക്ഷനും മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നു ഇതിലൊന്നും നമ്മൾ ബോധേർഡ് ആയിരിക്കില്ല, നമ്മൾ വളരെ ബ്രോഡ് ഹാർട്ട് ഉള്ള ഒരാളാണെങ്കിൽ. യുവർ റിസപ്റ്റിവിറ്റി ക്വിക്ലി പിക്സ് അപ്പ് ദി മൂഡ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ്. നമ്മളുടെ ഈ റിസപ്റ്റിവിറ്റി കാരണം തന്നെ നമുക്ക് പലതിനെയും പിക്ക് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും വൈബ് അറിയാനുള്ള എബിലിറ്റി നമുക്ക് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ അതിലൂടെ വൈബ്സ് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു
സ്പേസിൽ ഇറങ്ങിയാൽ പല ആളുകളും പറയും എനിക്കിപ്പോൾ ഇവിടുത്തെ എനർജി പിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഹാർട്ടിന്റെ എബിലിറ്റിയിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, റൈറ്റ് സൈഡ് ഓഫ് യുവർ ഹാർട്ട്. ഇനി നമ്മുടെ ഹാർട്ട് റൈറ്റ് സൈഡിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മേക്കിംഗ് യു ഗ്രിഗേറിയസ്, ഫ്രണ്ട്ലി, വാം ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ. നമുക്ക് ആരെ വേണമെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. വാം ആയിരിക്കും, വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. You have the ability to harmonize yourself to others and others to yourself. മറ്റുള്ളവരായിട്ട് എപ്പോഴും ഹാർമണൈസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു എബിലിറ്റി ഉണ്ടാവും. അത് പലപ്പോഴും നമ്മൾ പറയും അവരിത് ഇങ്ങനത്തെ സ്കിൽ ഉപയോഗിച്ചിട്ടാണ്, എന്ത് ചെയ്തിട്ടാണ്, ഇങ്ങനത്തെ പേരിലൊക്കെ ഒരുപാട് ബുക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ലോകത്ത്. പക്ഷേ ഈ ബുക്സ് ഉപയോഗിച്ച് ആരും സക്സസ്ഫുൾ ആയിട്ടില്ല. കാരണം ഹാർട്ടിലാണ് ഈ ചേഞ്ച് ഉള്ളത്. അവരുടെ ഹാർട്ടാണ് അങ്ങനെ മാറിയിരിക്കുന്നത്. അല്ലാതെ അവരെന്തെങ്കിലും കാണിക്കുന്ന ഒരു പ്രത്യേക ഒരു ആക്ഷനോ ഒരു ബോഡി പോസ്ചറോ കൊണ്ടല്ല അത് സംഭവിച്ചിരിക്കുന്നത്. സോ you go out of your way to be helpful to others, even people you don't know. നമുക്ക് ഒട്ടും അറിയാത്ത ആളുകളെ പോലും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു പ്രോ ആക്ഷൻ. ഇമ്മീഡിയറ്റ്ലി ഒരു പെട്ടെന്ന് ഒരു കാര്യം വന്നു, ചില ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇമ്മീഡിയറ്റ്ലി ജമ്പ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി അവരായിരിക്കും ആദ്യമേ അതങ്ങ് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കും ഇവർക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ബിക്കോസ് അവരുടെ റൈറ്റ് സൈഡ് ഓഫ് ദെയർ ബ്രോഡ് ഹാർട്ട് ഈസ് സോ ഡെവലപ്ഡ്. ആ ഡെവലപ്മെന്റിന്റെ അഡ്വാൻറ്റേജ് ആണത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട അതാണത്. when both side of your heart are developed, ഇതിൽ ഒരു സൈഡ് ഡെവലപ്പ് ചെയ്താലുള്ള അവസ്ഥയാണ്. രണ്ട് സൈഡും ഒരുപോലെ ഡെവലപ്പ് ചെയ്താൽ യു ഈസിലി ഫോം അലയൻസ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരായിട്ട് നമുക്ക് ഈസി ആയിട്ട് അലയൻസ് ഉണ്ടാവും. യു ബിക്കം വെരി സ്റ്റേബിൾ ലൈക്ക് എ റോക്ക് ഇൻ ദി സ്ട്രീം ഓഫ് ലൈഫ്. എന്ന് വെച്ചാൽ യു ക്യാൻ സ്റ്റാൻഡ് ലൈക്ക് എ മൗണ്ടെയിൻ ആൻഡ് ഫ്ലോ ലൈക്ക് എ റിവർ എന്ന് പറയുന്ന പോലെ സ്റ്റാൻഡ് ലൈക്ക് എ മൗണ്ടെയിൻ. നമുക്കൊരു മല പോലെ ഒരു ഏത് സിറ്റുവേഷനിൽ നിൽക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. നമ്മൾ നേരത്തെ പറയുന്നത് നെഞ്ചും വിരിച്ച് ചങ്കൂറ്റത്തോടെയൊക്കെ നിൽക്കാൻ പറ്റും. Towards others, this stability becomes loyalty and dependability. Personally, it becomes contentment. This contentment makes you inclined to peace and harmony while less inclined to risk. പൊതുവെ നമ്മൾ റിസ്കിലേക്ക് നമ്മൾ ഇൻക്ലൈൻ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, ചലഞ്ച് എന്താണ്? ഇങ്ങനെ ഒരു ഹാർട്ടാണ് നമ്മുടേതെങ്കിൽ നമ്മുടെ ചലഞ്ച് എന്താണ്? അത് ഏറ്റവും രസകരമായ ഒരു കാര്യമാണ്. അതായത് ബ്രോഡ് ഹാർട്ട് ആയിട്ടുള്ള ആളുകൾ യു വിൽ അട്രാക്ട് മെനി പീപ്പിൾ ഹു നീഡ് സ്റ്റെബിലിറ്റി ആൻഡ് സേഫ്റ്റി. സ്റ്റെബിലിറ്റി വേണ്ട ആളുകൾ, സേഫ്റ്റി വേണ്ട ആളുകൾ എല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയി വരും ബ്രോഡ് ഹാർട്ട് ആണെങ്കിൽ. ആൻഡ് ഹു വാണ്ട്സ് ടു ലീൻ ഓൺ സം വൺ ആൻഡ് ബി കെയർഡ് ഫോർ ആൻഡ് ഹു റെക്കഗ്നൈസ് ദീസ് എബിലിറ്റീസ് ഇൻ യു. നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൽ ആരെങ്കിലും ഇങ്ങനെ ചാഞ്ഞ് കിടക്കാൻ ഇഷ്ടപ്പെടും. നമ്മുടെ ഹാർട്ട് ബ്രോഡ് ആണെങ്കിൽ അവർക്ക് നമ്മുടെ ഷോൾഡറിൽ നമ്മളിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കാൻ ഇഷ്ടപ്പെടും. പലപ്പോഴും അവർ അവരുടെ ഫീറ്റിലേക്ക് തിരിച്ചെത്തില്ല. സോ ദാറ്റ്സ് എ ചലഞ്ച്. അവരെ അവരുടെ സ്വന്തം കാലിൽ നിർത്തുക എന്ന് പറയുന്നത് പലപ്പോഴും ബ്രോഡ് ഹാർട്ടുള്ള ഒരാൾക്ക് ചലഞ്ച് ആയിരിക്കും. കാരണം വെച്ചാൽ അവര് നമ്മളിൽ ഇൻക്ലൈൻ ചെയ്ത് നമ്മളിലേക്ക് വീണ് കിടക്കാൻ ഇഷ്ടപ്പെടും. യുവർ സ്റ്റെബിലിറ്റി വിൽ ബി ചാലഞ്ച്ഡ് ആൻഡ് ടെസ്റ്റഡ് ബൈ ദി മെനി ഹു ഹാങ് ഓൺ യു. നമ്മളെ ക്ലിങ് ചെയ്യും. സോ പലപ്പോഴും നമ്മുടെ സ്പേസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായി നമ്മൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. പല ബ്രോഡ് ഹാർട്ടുള്ള ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഇതാണ്. എല്ലാവരും അവരിലേക്ക് വന്ന് വീഴുമ്പോൾ അവർക്ക് അവരവരുടേതായ ഒരു സ്പേസ് ഉണ്ടാവില്ല. സോ ഏറ്റവും വലിയൊരു ബ്രോഡ് ഹാർട്ട് ആയിട്ടുള്ള ഒരാളുടെ ചലഞ്ചാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മെഡിറ്റേറ്റ് ആകൂല, ഇവരെല്ലാവരും എന്നിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുകയാണ് ഈ ഒരു ആസ്പെക്ട്. സോ അവിടെയാണ് നമ്മൾ മറ്റു പല ഹാർട്ട് സ്പേസും കൂടി എക്സ്പ്ലോർ ചെയ്യേണ്ടി വരുന്നത്. എവരി വൺ വോണ്ട് ടു ബ്രോഡ് ഹാർട്ടഡ് ഓൺ ദെയർ സൈഡ്. എപ്പോഴും ഒരു ബ്രോഡ് ഹാർട്ടുള്ള ആളെ കൂടെ നിർത്താൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അറ്റ് ദെയർ പാർട്ടി, ടു സിറ്റ് അറ്റ് ദെയർ ടേബിൾ. ഞാൻ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് വൺ ഓഫ് മൈ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഐ എം നോട്ട് വാണ്ടഡ് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്ത ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലൈഫ് ടൈമിൽ ഈ പറഞ്ഞ പോലെയാണ് എല്ലാ ആളുകൾക്കും നമ്മുടെ അടുത്തിരിക്കണം, നമ്മുടെ കൂടെ ഇരിക്കണം. ഈ പറയുന്ന ഒരു അവസ്ഥ അത് ബ്രോഡ് ഹാർട്ട് ആയിട്ടുള്ള ലൈഫ് ടൈമിലാണ് ഞാൻ ആ ഒരു ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ബ്രോഡ് ഹാർട്ടിന്റെ എസ്പെഷ്യലി ബ്രോഡ് ഹാർട്ടിൽ തന്നെ ആ ലൈഫിൽ കുറച്ചും കൂടി മസ്കുലിൻ സൈഡ്, റൈറ്റ് സൈഡ് ആണ് കുറെ കൂടി ഡെവലപ്ഡ് ആയിരുന്ന ഒരു ലൈഫ് ടൈമാണ് ഞാൻ ഷെയർ ചെയ്തത്. യു മേക്ക് അതേഴ്സ് ഫീൽ മോർ ഹോൾ ആൻഡ് സെക്യൂർ. സോ യു ആർ ക്ലെയിംഡ് ആസ് എ ഫ്രണ്ട് ബൈ എവ്രി വൺ. When two groups that don't get along with each other both claim you, it puts you in a dilemma. രണ്ട് കൂട്ടർ എക്സാക്ട്ലി നിങ്ങൾ ആ എന്റെ സ്റ്റോറി കേട്ടിട്ടുള്ളവർക്ക് അറിയാം. രണ്ട് സൈഡിൽ നിന്ന് ആളുകൾ വന്ന സമയമാണ് ഐ എൻ്റർ ഇൻ ടു എ ഡെലിമ. ആ സമയം പൊതുവെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത്
നമ്മുടെ സ്വന്തം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കും. നമ്മളിൽ നിന്നും കുറച്ചെങ്കിലും സെപ്പറേറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്ന ആളോട് നമുക്ക് മമത കൂടുതലായിരിക്കും. നമ്മുടേതാണ്, എന്റെയാണ്, എന്റെ സ്വന്തമാണെന്ന് നമുക്ക് ഉറപ്പുള്ളത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കും. എസ്പെഷ്യലി റൈറ്റ് സൈഡ് ഓവർ ആക്റ്റീവ് ആണെങ്കിൽ, ഓവർ ഡെവലപ്ഡ് ആണെങ്കിൽ. മറിച്ച് ലെഫ്റ്റ് സൈഡ് ആണ് ഓവർ ഡെവലപ്ഡ് എങ്കിൽ നമ്മുടേതെന്ന് തോന്നുന്നതിനെ നമ്മൾ ചേർത്ത് പിടിക്കും, നമ്മളിൽ നിന്നും സെപ്പറേറ്റഡ് ആയി തോന്നുന്നതിനെ നമ്മൾ തള്ളിക്കളയും. സോ ഇതാണ് ആ പൊള്ളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചലഞ്ചും കൺഫ്യൂഷൻസും. Unable to alienate or disappoint either group, you will be pulled in two direction. ഈ ടു ഡയറക്ഷനിൽ ഫുള്ളി ഹാർട്ടായി നിൽക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ പോലെ ടു ഡയറക്ഷനിൽ കിടന്ന് കളിക്കും. ഇതിലേതെങ്കിലും ഒരു സൈഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ എപ്പോഴും മനസ്സിലാക്കുക. Also, your accepting nature may be taken advantage of by others who appear to be friendly but are actually exploitive. ഇവിടെയാണ് പലപ്പോഴും ബിട്രയൽ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആളുകൾക്ക് വരുന്നത്. എസ്പെഷ്യലി ബ്രോഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളതും പിന്നീട് അവര് അടുത്ത ഞാൻ ഷെയർ ചെയ്യുന്ന ഹാർട്ടിലേക്ക് മാറേണ്ടി വരുന്നതും ബിട്രയൽ ഇഷ്യൂസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ അക്സെപ്റ്റിംഗ് നേച്ചർ. നമുക്ക് എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുന്ന ആ നേച്ചർ ചില സമയം നമ്മൾ ഈ പറയുന്ന പെറ്റി ട്രൈൻസ് അല്ലെങ്കിൽ എന്താ പറയുക എനർജി സ്റ്റീലേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾസ് ഉണ്ട് ലൈഫിൽ. മറ്റുള്ളവരുടെ ഇത്തിക്കണ്ണി നമ്മൾ പറയും, നമ്മൾ പ്ലാൻ സിസ്റ്റത്തിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഇത്തിക്കണ്ണി. മറ്റുള്ളവരുടെ എനർജിന്ന് അത് ചോർത്തിയെടുത്ത് ജീവിക്കും. അത് ഹ്യൂമനിലും ഉണ്ട് അങ്ങനത്തെ ആളുകൾ. മറ്റുള്ളവരുടെ എനർജി എങ്ങനെ സ്റ്റീൽ ചെയ്യാം, ഇതിലാണ് അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. സോ ദേ യൂസ് ഡിഫറെന്റ് മെത്തഡോളജി. അതിൽ വൺ പവർഫുൾ മെത്തഡോളജി ഈസ് ബിട്രയൽ. ബിട്രേ ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ അബാൻഡൻ ചെയ്യുക എന്നുള്ളത്. അത് നമ്മളെ അക്സെപ്റ്റിംഗ് നേച്ചറിനെ അവർ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കും, വളരെ ഫ്രണ്ട്ലി ആയിട്ട് വരും, ബട്ട് ആക്ച്വലി അത് എക്സ്പ്ലോയിറ്റീവ് ആണ്. അവിടെയാണ് ഫോർ എഗ്രിമെന്റ്സ് എന്ന് ബുക്ക് എഴുതിയ വ്യക്തി ഷെയർ ചെയ്യുന്ന ഒരു ഫിഫ്ത് എഗ്രിമെന്റ് ഉണ്ട്. ഫിഫ്ത് എഗ്രിമെന്റ് ഈസ് കോൾഡ് ബി സ്കെപ്റ്റിക്കൽ. ബി സ്കെപ്റ്റിക്കൽ മീൻസ് കണ്ണു അടച്ചൊന്നിനും വിശ്വസിക്കരുത്. എത്ര വലുതാണെങ്കിലും നമ്മൾ ഒരു അവേക്കൻഡ് ആയിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടാവണം. അതിന്റെ അർത്ഥം എല്ലാത്തിനെയും തള്ളിക്കളയണം എന്നല്ല എന്റെ അർത്ഥം. കാരണം വെച്ചാൽ പല ആളുകളും വിശ്വസിക്കരുതെന്ന് പറയുമ്പോൾ തൊട്ട് എന്താ പറയുക ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുതെന്നുള്ളതാണ് അർത്ഥം. വിശ്വസിക്കരുതെന്നല്ല, ബ്ലൈൻഡ് ആയി ഒന്നിനും വിശ്വസിക്കരുത്. നമ്മളൊരു അവേക്കൻഡ് സ്റ്റേറ്റ് ഓപ്പൺ ആണെങ്കിൽ, നമ്മൾ ഒരാളെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഈ വ്യക്തി എന്നെ ബിട്രേ ചെയ്യുമോ. നമ്മൾ 22 ലെസൺസിൽ പറഞ്ഞ പോലെ നമ്മുടെ ഹാർട്ട് സ്പേസ് ഓപ്പൺ ആകുമ്പോൾ നമ്മളിലേക്ക് എന്തുവരും, ഇന്നർ ഗൈഡൻസ് വരും, ഇൻറ്റ്യൂഷൻസ് ശക്തമാവും. സോ നമ്മുടെ ഉള്ളിൽ പറയും ഈ വ്യക്തിയെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് സൂക്ഷിക്കണം. അതിനെ ഫോളോ ചെയ്യാം, തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതിന് ആ വ്യക്തിയെ മോശക്കാരനാക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളത് ഫോളോ ചെയ്യുന്നത് നമ്മുടെ ചില നന്മയ്ക്കായിരിക്കും. അത് നമുക്ക് വേണ്ടി നമ്മുടെ സോളിന്റെ പ്ലാൻസോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡിവൈൻ പ്ലാൻ അനുസരിച്ച് ചിലപ്പോൾ ചില വ്യക്തികൾ നമ്മളോടൊപ്പം അങ്ങനെ എക്സിസ്റ്റ് ചെയ്യേണ്ടതായിരിക്കില്ല. സോ അത് നമ്മുടെ ഇൻറ്റ്യൂഷനെ നമ്മൾ ഫോളോ ചെയ്യുക. ഇൻറ്റ്യൂഷൻ എങ്ങനെ ഫോളോ ചെയ്യും മീൻസ് ഹാർട്ട് സ്പേസ് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടോ ആ സമയമായിരിക്കും ഇൻറ്റ്യൂട്ടീവ്നെസ് ഉണ്ടാവുന്നത്. എസ്പെഷ്യലി വൺ മോർ ടൈം ഐ എം റിപ്പീറ്റിംഗ്, ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് വരുന്ന ഒരു തോട്ടിനെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് റീസൺ ചെയ്യാൻ സാധിക്കില്ല. അതിനൊരു റീസൺ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇതായിരിക്കും നമ്മുടെ ചോദ്യം. എനിക്കറിയില്ല. അതിനൊരു റീസൺ ഉണ്ടാവില്ല. ലോജിക്കൽ റീസൺ കൊണ്ട് നമ്മൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ പലപ്പോഴും നമ്മുടെ ഇൻറ്റ്യൂഷൻ ആവണമെന്നില്ല. സോ അത് വിത്ത് എക്സ്പെർട്ടിസം നമ്മൾ ഡെയിലി ലൈഫിൽ ഇത് കളിച്ച് പഠിച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് വിജയിച്ച് പരാജയപ്പെട്ട് നമുക്കത് പതുക്കെ മനസ്സിലാവും. സൈക്കിൾ പഠിച്ച പോലെ തന്നെയാണ്. 2 പെഡലിലും മാറി മാറി ചവിട്ടി ഒരു ദിവസം അല്ലെങ്കിൽ നീന്തൽ പഠിക്കുമ്പോൾ 2 കൈയൊക്കെ അടിച്ച് ഫ്ലോട്ടൊക്കെ ചെയ്യാനും ഒക്കെ എവറിത്തിങ് നമ്മൾ മെല്ലെ മനസ്സിലാവും. ഇനി ഈ ബ്രോഡ് ഹാർട്ടിന്റെ ഡിസ്ട്രോഷൻസ് എന്താണെന്നുള്ളതാണ്. When your heart is broadened beyond a balanced condition, എല്ലാത്തിനും ഒരു ബാലൻസ് കണ്ടീഷൻ ഉണ്ട്. ഈ ബാലൻസ് കണ്ടീഷൻ അപ്പുറം നമ്മുടെ ഹാർട്ട് ഡെവലപ്പ് ആയാൽ എന്ന് വെച്ചാൽ ബാക്കിയുള്ള പല ഡയമെൻഷൻസും അതിനനുസരിച്ച് ചുരുങ്ങുന്നുണ്ടാവും. ബാക്കിയുള്ള ഡയമെൻഷൻസ് ഇംബാലൻസ് ആവുമ്പോഴാണ് ബ്രോഡ് ഹാർട്ട് മാത്രം ഭയങ്കരമായി ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സമയത്ത് യു മേ ബിക്കം സോ അക്സെപ്റ്റിംഗ് ആസ് ടു ബിക്കം പെർമിസീവ് ഓഫ് റോങ് ബിഹേവിയർ. മറ്റുള്ളവരുടെ റോങ് ബിഹേവിയറിന് വരെ നമ്മൾ നിന്നു കൊടുക്കും. ആൻഡ് ഇൻ യുവർ എക്സ്ട്രീം ലോയൽറ്റി യു മേ ഓവർലുക്ക് എ സീരിയസ് പ്രോബ്ലം വിത്ത് യുവർ ഫ്രണ്ട് ദാറ്റ് ക്യാൻ റിഫ്ലക്ട് ബാക്ക് ഓൺ യുവർ സെൽഫ്. ചീത്തപ്പേര് കേൾക്കുക, സുഹൃത്തുക്കളോടൊപ്പം നടന്ന് ചീത്തപ്പേര് കേൾക്കുക. അവിടെയാണ് പല ആളുകൾ ഇതിന്റെ ഒരു ഡിസ്ട്രോഷൻ വേർഷനിലാണ് ചില ആളുകൾ കൂട്ടുകാരോടൊപ്പം നടന്ന് അവനവന് ചിലപ്പോൾ ഒട്ടും ഇഷ്ടമായിരിക്കില്ല, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഇഷ്ടമായിരിക്കില്ല, അല്ലെങ്കിൽ ആരെങ്കിലും അബ്യൂസ് ചെയ്യുന്ന ഇഷ്ടമായിരിക്കില്ല. പക്ഷേ കൂട്ടുകാരോടൊപ്പം നടന്ന ഈ എക്സ്ട്രീം ലോയൽറ്റി
ബ്ലൈൻഡ് ലവ്. ഈ രണ്ട് ആസ്പെക്റ്റിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ റോങ് ബിഹേവിയറിനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും, നമ്മൾ അതിന്റെ ഭാഗമാകും. അവസാനം മൊത്തം ചീത്തപ്പേര് വരുമ്പോൾ നമ്മളിലേക്ക് കിട്ടും. ബിക്കോസ് അവിടെ ബിട്രയൽ ഫീൽ ചെയ്യേണ്ടി വരും. Is this the example of Bhishma? അതെനിക്ക് അറിയില്ല, നോക്കണം. Okay. In your extreme loyalty, you may overlook a serious problem with your friend that can reflect back on yourself. You avoid confrontation, preferring harmony at all costs. നമ്മൾ എപ്പോഴും ഹാർമണി, എപ്പോഴും എന്താ പറയുക, കോൺഫ്ലിക്ട്സ് എങ്ങനെ ഉണ്ടാവാതിരിക്കാം, എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യാം, ഇതിനു വേണ്ടി ഹാർമണിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ സ്മൂത്ത് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് യു വുഡ് ലൈക്ക് ടു ബി ഇൻഡിപെൻഡന്റ്. ആക്ച്വലി നമുക്ക് ഇൻഡിപെൻഡന്റ് ആവുന്നതായിരിക്കും ഇഷ്ടം, പക്ഷേ ബട്ട് യു ലെറ്റ് ദി ഗ്രൂപ്പ് ഓർ അനദർ സ്പീക്ക് ഫോർ യു. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് സ്റ്റേജിൽ കയറാ പറയണമെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് നീ ഒന്ന് പോയി പറഞ്ഞിട്ട് വാ, പ്ലീസ് ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തള്ളി വിടുന്ന രീതി. ആക്ച്വലി നമുക്ക് ഒറ്റയ്ക്ക് അവിടെ നിൽക്കാനായിരിക്കും ഇഷ്ടം, പക്ഷെ ഇതിന്റെ ഒരു ഇതിൽ മറ്റെല്ലാവരിലേക്കും മറ്റുള്ളവരെ തള്ളിവിടുന്ന ഒരു ടെൻഡൻസി അവിടെ കാണിക്കും. അനദർ സ്പീക്ക് ഫോർ യു. Still of all the distortion of the heart, the distortion of the broad heart is least troublesome. ബാക്കിയുള്ളവരുടെ ഡിസ്ട്രോഷൻ എന്തായിരിക്കും നമുക്ക് പറയണ്ടല്ലോ, ഊഹിക്കണ്ടല്ലോ. കാരണം വെച്ചാൽ ഇതാണ് ഏറ്റവും കുറവ്. ഈ കുറഞ്ഞ അവസ്ഥ തന്നെ ഇങ്ങനെയാണ്. സോ ഈ ഡിസ്ട്രോഷനിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബിട്രയൽ ഇഷ്യൂസ് നിന്ന് പലപ്പോഴും ഒരാൾ ഷിഫ്റ്റ് ആവുന്ന ഒരു സ്പേസ് ആണ് നാരോ ഹാർട്ട്. When the heart lacks breadth, it is narrow. Even Karna. Okay. When the heart lacks breadth, it is narrow, constrained on both sides. A narrow heart is isolated. നാരോ ഹാർട്ട് ആവും തോറും നമ്മൾ ഐസൊലേറ്റഡ് ആവും. പലപ്പോഴും നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഒരു എന്താ പറയുക ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വന്ന പോലെ തോന്നും. ഐസൊലേഷൻ, നാരോ ഹാർട്ടിനെ ഐസൊലേറ്റ് ചെയ്യാണ്. പലപ്പോഴും നമ്മൾ പുതുസായി നാരോ ഹാർട്ടിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡിലാണ് പലപ്പോഴും ലൈഫ്. സോ അതിനുള്ള ഉത്തരമായിരിക്കാം, ഞാൻ വെറുതെ ഒന്ന് ഗസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. വെൻ യുവർ ഹാർട്ട് ഈസ് നാരോ യു ഫീൽ ഇൻടോളറൻറ്റ്. നമ്മുടെ ഹാർട്ട് ബ്രോഡ് ആയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടോളറൻറ്റ് ആണെങ്കിൽ, നാരോ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻടോളറൻ്റ് ആയിരിക്കും. ആൻഡ് ഇൻ ഹാർമോണിയസ് വിത്ത് അതേഴ്സ്. ആരുമായിട്ടും ഹാർമോണിയസ് ആവാൻ പറ്റില്ല, എല്ലാവരുമായിട്ടും പ്രശ്നമായിരിക്കും. സോ യു അവോയ്ഡ് കോൺടാക്ട്, റീഇൻഫോഴ്സിങ് യുവർ ഐസൊലേഷൻ. ഐസൊലേഷനിൽ അങ്ങനെ ഇരിക്കുന്നത് ആയിരിക്കും നമുക്ക് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു അവസ്ഥ. ഐസൊലേഷനിലേക്ക് തന്നെയാണ്, ഇതിന്റെ പുറത്തോട്ട് വരാൻ ശ്രമിക്കില്ല. ഇൻ ദി എക്സ്ട്രീം ദിസ് ക്രിയേറ്റ് സോഷ്യൽ ഫോബിയ. ഇനി ഐസൊലേഷനിൽ നിന്ന് പുറത്തു വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സേഫ് മെക്കാനിസം ആണ് സോഷ്യൽ ഫോബിയ, എല്ലാത്തിനും പേടി. വെൻ യു ആർ എക്സ്ട്രീംലി അൺകംഫർട്ടബിൾ എമംഗ് അതേഴ്സ്, എസ്പെഷ്യലി സ്ട്രേഞ്ചേഴ്സ്, എല്ലാവരിലും അൺകംഫർട്ട് ആവും, പുറത്തോട്ട് ഇറങ്ങില്ല, എന്താ പറയാ ഒരു പാർട്ടിക്ക് പോകില്ല, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകില്ല, കല്യാണത്തിന് പോകില്ല, ഒന്നിനും പോകില്ല. ഒരു സോഷ്യൽ ഫംഗ്ഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി നമ്മളെ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. വിത്ത് എ നാരോ ഹാർട്ട് യു ആർ അൺകോപ്പറേറ്റീവ്, അൺഫ്രണ്ട്ലി, ഈസിലി ഇറിറ്റേറ്റഡ്, മിസ്അണ്ടർസ്റ്റുഡ് ആൻഡ് ഇൻടോളറന്റ് ഓഫ് ചേഞ്ച്. ചേഞ്ചിനോട് ഇൻടോളറന്റ് ആകുമ്പോൾ നമുക്കറിയാം നമ്മളിൽ വരുന്ന ഒരു ആസ്പെക്ട് ഓഫ് ഈഗോ കോൺഷ്യസ്നെസ് ആണ്. സ്റ്റബേൺ ആയിരിക്കും. വി ബിക്കം സോ സ്റ്റബേൺ. ഒന്നിൽ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇനി ഒന്നിലും ഞാൻ മാറാൻ തയ്യാറില്ല. അത് എസ്പെഷ്യലി സംഭവിക്കുന്നത് ഇന്നർ ചൈൽഡ് വൂണ്ട് ആയിരിക്കാം, അബാൻഡൻമെന്റ് ഇഷ്യൂ ആൻഡ് ബിട്രയൽ ഇഷ്യൂസ്. ട്രസ്റ്റ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലോസ്റ്റ് ആകുമ്പോഴാണ് നാരോ ഹാർട്ട് ഉണ്ടാകുന്നത്. സോ യു സ്പെഷ്യലൈസ് ഇൻ എ ലിമിറ്റഡ്, ഇൻഫ്ലെക്സിബിൾ, നാരോ റേഞ്ച് ഓഫ് എക്സ്പെർട്ടൈസ്. നമ്മളെപ്പോഴും സ്പെഷ്യലൈസ് ചെയ്യുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും. ഈവൻ കുറെ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ എന്താ പറയാ മസിൽസ്, ബോൺസ് പോലും ഇതിനോടൊപ്പം പ്രതികരിക്കുന്ന ഒരു സ്റ്റേറ്റ് വരാൻ തുടങ്ങും. യെസ് സുധീഷ്, ഐ വിൽ ഷെയർ അവധൂത ആൻഡ് പേഴ്സൺ വിത്ത് നാരോ ഹാർട്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഐ വിൽ ഷെയർ ലേറ്റർ. താങ്ക് യു. Okay. A narrow person is only able to tolerate people who are very similar in background. Narrow എന്ന് നമ്മൾ ഭയങ്കര എന്താ പറയുക മച്ചാ കമ്പനി ആയിരിക്കും. നാരോ എപ്പോഴും ചേരും.
in very similar background, belief and attitude, and even these people can be irritating at times. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറിറ്റേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ പറയാ ചട്ടിയും കലവും തട്ടിയും മുട്ടിയൊക്കെ പൊക്കോളും. People who are different, and most people are, make you uncomfortable, anxious or even angry. Friendship are rare, but when you have on, you hold on to your friendship tightly, even desperately. Clinging, ആ ഫ്രണ്ട്ഷിപ്പിൽ ക്ലിങ്ങിയും. എപ്പോഴെങ്കിലും ആ വ്യക്തി നാരോ ഹാർട്ടിൽ നിന്ന് ഒന്ന് ഡെവലപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ തീരുന്നുണ്ടാവും. കാരണം ആ ക്ലിങ്ങിങ് അതുപോലെ ആയിരിക്കും. With a narrow heart, you will have difficulty working in an organization, even one of your own creations. നമ്മുടെ ക്രിയേഷൻസ്, നമ്മുടെ ഓർഗനൈസേഷൻ, ഇതിലെല്ലാം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എ നാരോ ഹാർട്ട് ഇഫ് ഡീപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല ഡയമെൻഷനിൽ അടുത്ത ഡയമെൻഷനാണ് ഡീപ്പ്. ഡീപ്പ് ഹാർട്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് നല്ലൊരു കൗൺസിലർ ആവാൻ പറ്റും. ഇഫ് യുവർ ഹാർട്ട് ഈസ് എലിവേറ്റഡ് ആൻഡ് യു ക്യാൻ ബി ഇൻസ്പിറേഷണൽ. നാരോ ഹാർട്ടിനോടൊപ്പം എലിവേറ്റഡിലാണ് ഫോക്കസ് എങ്കിൽ നമുക്ക് ഇൻസ്പിറേഷണൽ ആവാനും പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ബട്ട് എ നാരോ ഹാർട്ടഡ് കൗൺസിലർ വിൽ സൂൺ ബേൺ ഔട്ട് ഫ്രം ഓവർ എക്സ്പോഷർ ടു ഫോറിൻ സൈക്കോളജിക്കൽ കണ്ടീഷൻ. ഈ എപ്പോഴും മാറി മാറി വരുന്ന പല സൈക്കോളജിക്കൽ കണ്ടീഷൻസിനകത്ത് നമ്മൾ എന്താ പറയുക ബേൺ ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. എന്ന് വെച്ചാൽ ഇതൊന്ന് തീരില്ലേ, ഇതിനൊരു എന്താ പറയുക എൻഡില്ലേ, അന്തവും കുന്തവും ഇല്ലേ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. ഇഫ് യു ആർ നാരോ ഹാർട്ടഡ് ബട്ട് ഇൻസ്പിറേഷണൽ, യു വിൽ ലൈക്ലി ബിക്കം സിനിക്കൽ. ഒരു സിനിക്കൽ നേച്ചർ ഉണ്ടാവും ബിക്കോസ് ഓഫ് എ ലാക്ക് ഓഫ് പബ്ലിക് അപ്പീൽ ഫോർ യുവർ സ്പെസിഫിക് നാരോ ഐഡിയൽ. In spite of these limitation, you can still be successful with a narrow heart if you concentrate on your desire. But നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ പർപ്പസ് ഈ നാരോ ഹാർട്ടിൽ തന്നെ ഒരാൾ ഇരിക്കുക എന്നുള്ളതല്ല. നാരോ ഹാർട്ട് ആണെന്ന് റിയലൈസ് ചെയ്താൽ മറ്റ് ഡയമെൻഷൻസ് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഹോൾ ഹാർട്ടാണ് നമ്മുടെ. അതുകൊണ്ട് നമുക്ക് ഡിസയർ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, നമ്മുടെ പർപ്പസ് ഡിഫറെന്റ് ആണ്. ഇനി നേച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നേച്ചർ നമ്മൾ നാരോ ഹാർട്ട് ആണെങ്കിൽ നേച്ചർ വർക്ക് ടു എക്സ്പാൻഡ് എ നാരോ ഹാർട്ട് ത്രൂ ബോത്ത് പ്ലഷർ ആൻഡ് പെയിൻ. രണ്ട് രീതിയിൽ നേച്ചർ അല്ലെങ്കിൽ ഡിവൈൻ പ്ലാൻ നമ്മളിലേക്ക് ഈ നാരോ ഹാർട്ടിൽ നിന്ന് പുറത്തു വരാൻ ഉള്ള സിറ്റുവേഷൻ ഉണ്ടാക്കും. ഇഫ് യുവർ ഹാർട്ട് റെസ്പോണ്ട് ടു ദി ലവ് ഓഫ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, then narrowness is averted and you can become sociable, accommodating and kind, developing into a broad heart. മറ്റുള്ളവരുടെ സ്നേഹം, മറ്റുള്ളവരുടെ ലാളനയിൽ നിന്നൊക്കെ പതുക്കെ ഈ നാരോ ഹാർട്ടിന് പുറത്തു വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി, ഇഫ് ലവ് ഫെയിൽസ്, then the pain may move you narrow heart to reach out to others in search of sympathy. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകുന്നത് സിമ്പതി തേടിയിട്ടുള്ളൊരു യാത്രയായിരിക്കും ലവ് ഫെയിൽ ആയാൽ. സോ ഇതാണ് അതിന്റെ രണ്ട് തരത്തിലുള്ള നേച്ചർ വർക്ക് ചെയ്യുന്ന സമയം നമ്മൾ കാണിക്കാവുന്ന, ഒരു നാരോ ഹാർട്ട് ആയിട്ടുള്ള ഒരാൾ കാണിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ക്ലയന്റോ ഒരു വ്യക്തിയോ കാണിക്കാവുന്ന ചില സർട്ടൺ സിംറ്റംസ് ആണത്. The aim of nature is to complete itself, and as you are a part of the nature, your completion is part of nature's plan. മനസ്സിലാക്കുക, നമ്മളെ നേച്ചർ എന്തിനാണ് നമ്മളെ സെറ്റപ്പ് ചെയ്യാൻ നോക്കുന്നത് പല രീതിയിലും. കാരണം നേച്ചറിന് എല്ലാം ഇൻക്ലൂസീവ് ആണ്. സോ നമ്മൾ നേച്ചറിന്റെ ഭാഗമാണ്. സോ നമ്മൾ ചേഞ്ച് വരികയും നമ്മൾ നമ്മുടേതായ ഒരു നാച്ചുറൽ സ്റ്റേറ്റ് വരിക എന്നുള്ളത് നേച്ചറിന്റെയും കൂടി ആവശ്യമാണ്, എല്ലാ മാസ്റ്റേഴ്സിന്റെ. അതുകൊണ്ടാണ് പലപ്പോഴും ബുദ്ധ തന്നെ പറയാറുണ്ട്, കംപ്ലീഷൻ എപ്പോഴും ഉണ്ടാവാൻ പോകുന്നത് എല്ലാവരും എൻലൈറ്റൻഡ് ആവുമ്പോഴാണ്. സോ ദേ ഓൾവേസ് വർക്ക് ഫോർ എവരി വൺ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കും, എന്തിനാണ് അവർ നമുക്ക് ഗൈഡൻസ് തരുന്നത്, എന്തിനാണ് അവർ നമ്മളിലേക്ക് ഓരോന്ന് വരുന്നത്. പക്ഷെ അവര് ഫോളോ ചെയ്യുന്ന ഒരു ലോ ഓഫ് യൂണിവേഴ്സ് ആണ്, ലോ ഓഫ് നോൺ ഇന്റർഫിയറൻസ്. അതുകൊണ്ട് അവർ ഇന്റർഫിയർ ചെയ്യില്ല. നമ്മുടെ ഫ്രീ വിൽ ഇന്റർഫിയർ ചെയ്യാനും ഇവിടെ വന്ന് നമുക്ക് അടി തരുമൊന്നുമില്ല. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻസ് മുമ്പിൽ കാണിച്ചു തരും. സമം, ദാനം, ഭേദം, ദണ്ണം, ഈ 4 ലെവലിൽ നമുക്ക് ചൂസ് ചെയ്യാം. അത് നമ്മുടെ കോൺഷ്യസ്നെസ് ആണ് ചൂസ് ചെയ്യുന്നത്. കാരണം ഇത് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ടെലിപ്പതിക്കലി നമ്മുടെ സോളും നമ്മുടെ എന്താ പറയുക ഹയർ കോൺഷ്യസ്നെസ്സും കംപ്ലീറ്റ് ചെയ്യും. ബിക്കോസ് സർട്ടൺ ടൈം അവർ മൈൻഡ് ഈസ് സോ അഡമന്റ്. മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് വേറെ എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു ഡ്രൈവർ ആയിട്ടോ, പണ്ട് ജഗതിയുടെയൊക്കെ സിനിമയിൽ കാണാറുണ്ട്, ജഗതി ശ്രീകുമാറിന്റെ സിനിമയിൽ വേലക്കാരനായിട്ടൊരു വീട്ടിൽ കയറും. കുറച്ച് കഴിയുമ്പോൾ വേലക്കാരൻ എന്താ പറയുക ഓണറിന്റെ കോട്ടൊക്കെ ഇട്ടിട്ട് ഇത് എന്റെ വീടാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇത് പലപ്പോഴും മൈൻഡ് ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് മൈൻഡ്. സർട്ടൺ ടൈം മൈൻഡ് കയറി കാര്യങ്ങൾ അങ്ങ് ഹോൾഡ് ചെയ്യും. മൈൻഡ് കയറി വിചാരിക്കും ഞാനാണ് സോള്, ഞാനാണ് എസൻസ് എന്ന് മൈൻഡ് വിചാരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ദാറ്റ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഐ ആം സംബഡി സ്റ്റേറ്റ്. ആ ഒരു സംബഡി സ്റ്റേറ്റിലേക്ക് മൈൻഡ് എൻ്റർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. ഈ സമയത്താണ് സമം, ദാനം, ഭേദം, ദണ്ണം, ഇത് സോളും ഹയർ മാസ്റ്റേഴ്സും ഗൈഡ്സും തമ്മിൽ ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കിൽ നിന്നും
നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാകുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സഫറിങ്ങിലൂടെ അല്ല ജോയ്ഫുൾ ലേണിംഗ് നമ്മൾ ഇന്റന്റ് ചെയ്യേണ്ട ആവശ്യം. കാരണം സഫറിങ് ലേണിംഗ് പലപ്പോഴും ഇന്റന്റ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മൈൻഡ് അത്രത്തോളം അഡമന്റ് ആയിട്ട് നിൽക്കുമ്പോൾ സോളിന് വേറെ വഴിയൊന്നുമില്ല. സോ ആ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു നമ്മുടെ കണ്ണ് തുറക്കാൻ നമ്മളൊന്ന് യെസ് ഐ എം എ ഡ്രൈവർ. ഇപ്പൊ ഡ്രൈവറാണ് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരു ക്യാബ് എടുത്ത് നമ്മൾ പറയുകയാണ് ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എറണാകുളത്താണ്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരു ക്യാബ് എടുത്തിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് തൃപ്പൂണിത്തുറ പോകണം. സോ അപ്പൊ ഡ്രൈവർ കുറച്ചു നേരം ഓടിച്ചിട്ട് പറയാണ് തൃപ്പൂണിത്തുറയിലൊന്നും പോകാൻ പറ്റില്ല, എന്റെ വീട് ചാലക്കുടിയിലാണ്, ഞാൻ നിങ്ങളോട് ചാലക്കുടി പോകാൻ. എങ്ങനെ ഇരിക്കും നമ്മുടെ ലൈഫ് ആസ് എ സോൾ, ആസ് എ ട്രാവലർ, ഹൗ വി എക്സ്പീരിയൻസ്? ഇതാണ് പലപ്പോഴും നമ്മുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഈ വ്യക്തിയുടെ അറ്റൻഷൻ മാറി ഡ്രൈവിംഗ് മാറ്റാൻ നോക്കും, തിരിക്കാൻ നോക്കും. ചിലപ്പോൾ ആദ്യം നമ്മൾ വളരെ ഇതായിട്ട് എന്റെ പൊന്നു ചേട്ടാ ദേവി ഇതിനെ ഹെൽപ്പ് ചെയ്യും, എനിക്ക് എന്റെ വീട്ടിൽ പോകണം, അവിടെ ഭാര്യ മക്കളും ഉള്ളതാണ്, ഇങ്ങനെ നമ്മൾ പല രീതിയിൽ സാമം ദാനം ഭേദം, അവസാനം എന്ത് ചെയ്യും? ഒറ്റ അടി അല്ലേ, തലക്കിട്ട് നല്ല ടാക് എന്നൊരു അടി കൊടുത്തു കഴിയുമ്പോൾ ആ ഡ്രൈവറിന് ബോധം വരും, അയ്യോ ഞാൻ ഡ്രൈവറാണ്, ഞാൻ ക്യാബ് ഓടിക്കേണ്ട ആളാണ്, എന്റെ അരഗൻസ് കാണിക്കുക അല്ലെങ്കിൽ എന്റെ ഒരു ഇത് കാണിക്കേണ്ട സ്പേസ് അല്ല എന്ന് ആ ഡ്രൈവറിന് ബോധം ഉണ്ടാവാൻ നമ്മൾ ചിലപ്പോൾ ഈ 4 രീതിയിൽ പ്രവർത്തിക്കും. സോ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മൾ ഡീപ്ലി ഒബ്സർവ് ചെയ്യുക. പലപ്പോഴും മൈൻഡിൽ നിന്ന് എന്താ പറയുക, അല്ലെങ്കിൽ ഡ്രൈവറുടെ അടുത്തു നിന്ന് ചാവി വാങ്ങിച്ച് നമ്മൾ വണ്ടി ഓടിക്കേണ്ട സമയങ്ങൾ ചിലപ്പോൾ മുമ്പിൽ വരും. സോ സോൾ, നമ്മൾ എന്ന് പറയുന്നത് സോൾ നേച്ചറിനെയാണ്, മൈൻഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ മൈൻഡിൽ പലപ്പോഴും പല ഡിസീസും കാര്യങ്ങളൊക്കെ മൈൻഡിന് വരും, മൈൻഡിന് പലതും വരും. ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെന്റ്. സോ നമ്മൾ ക്ലിയർ ചെയ്യുക. പലപ്പോൾ ആളുകൾക്ക് ഞാനിപ്പോൾ ആരോടെയും പറയുകയാണ് ഓക്കെ നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അവര് അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ ദേ ബിലീവ് ദാറ്റ് ദേ ആർ എ മൈൻഡ്. ഇനി നമ്മളോട് ആരെയും പറയണം നിങ്ങൾക്ക് മാനസികമായിട്ട് കുഴപ്പമുണ്ട്, വാവ് എന്ത് കുഴപ്പമാണ്, ഏതാണ് എനിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം എങ്കിൽ ഇനി അതിൽ വർക്ക് ചെയ്ത് അതിനെ ക്ലിയർ ചെയ്ത് ദാറ്റ് ഈസ് ദി ജോയ്ഫുൾ ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ക്ലീൻ ചെയ്യാണ്. നമ്മുടെ എന്താ പറയുക, ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ വൈഫ് എന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്നോട് ഷെയർ ചെയ്തതാണ്. അതായത് മെഡിറ്റേഷനിൽ എന്താണ് ചെയ്യുന്നത്, നമ്മളൊരു കാർ ആണെങ്കിൽ കാറിന്റെ ഫ്രണ്ടിലെ ഗ്ലാസ് ആണ് മൈൻഡ്. ഈ ഗ്ലാസ്സിൽ പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ പൊടി പടലങ്ങളൊക്കെ പിടിക്കും. അപ്പൊ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യുക, വൈപ്പർ ഇട്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചൊക്കെ നമ്മൾ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യും. സോ ഈ ക്ലീനിങ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈൻഡ് ക്ലീൻ ചെയ്യും തോറും വി ക്യാൻ ഈസിലി സീ ദി ലൈഫ്. സോ ഇത് നമുക്ക് പലപ്പോഴും ആവശ്യം വരും. ഓക്കെ, since your heart is always trying to grow, a useful way to confront the pain of life is to take the attitude that pain comes to you for the purpose of making your heart broad and sensitive. പല ആളുകളും സെൻസിറ്റിവിറ്റിയെ ഒരു വീക്കായിട്ടാണ് കാണുന്നത്. സെൻസിറ്റിവിറ്റിയെ വളരെ വീക്കായിട്ട് കണ്ടിട്ട് നമ്മൾ സെൻസിറ്റീവ് ആകുന്നതിനേക്കാളും നല്ലത് ഇൻസെൻസിറ്റീവ് ആകുക. വൺ ഓഫ് ദി മേജർ, പല ആളുകളും ടോട്ടാലിറ്റിയിൽ അതാണെന്ന് ഞാൻ പറയുകയല്ല, ബട്ട് മെജോറിറ്റിയിൽ പല എന്താ പറയുക, എസ്പെഷ്യലി ലൂയി ഹേ പോലുള്ള ആളുകളൊക്കെ സ്റ്റഡീസ് നടത്തിയിട്ട് റിസർച്ചിലൂടെ അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഇൻസെൻസിറ്റിവിറ്റിയാണ് വൺ ഓഫ് ദി മെയിൻ റീസൺ ഓഫ് ഡയബറ്റിസ്. വൺ ഓഫ് ദി മെയിൻ റീസൺ, വൺ ഓഫ് ദി ആണ്, പല റീസൺസ് ഉണ്ടാവും. വൺ ഓഫ് ദി മെയിൻ റീസൺ ഇൻസെൻസിറ്റീവ് ആകുന്ന അവസ്ഥ, നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു ഇതിനെ നമ്മൾ മരവിപ്പിക്കുന്ന അവസ്ഥ. സോ അതിൻ്റെതായ റീസൺസ് ഉണ്ടോ, വി വിൽ ഡിസ്കസ് ലേറ്റർ. സോ ദി വേ ഈസ് സ്ട്രെച്ചിങ് അവർ ഹാർട്ട് മെത്തേഡ് ഈസ് വൈഡനിങ് ബ്രെത്ത്. ഈ മെത്തേഡ് കംസ്, നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈഡനിങ് ബ്രെത്ത് കംസ് മെഡിറ്റേഷൻ ടു കണക്ടിങ് ടു ദോസ് ടൈം പീരീഡ് വേർ അവർ ഹാർട്ട് ഈസ് നാരോ. നമ്മുടെ ഏതെങ്കിലുമൊക്കെ ലൈഫ് ടൈംസ് ഉണ്ടാവും നാരോ ഹാർട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ലൈഫ് ടൈം തീർച്ചയായിട്ടും ഉണ്ടാവും. അറ്റ് ദി സെയിം ടൈം നമ്മളിൽ ബ്രോഡർ ആയിട്ടുള്ള ഹാർട്ട് എന്താ പറയുക ലൈഫ് ടൈംസും നമുക്കുണ്ടാവും. ഈ രണ്ട് ലൈഫ് ടൈംസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, എന്തൊക്കെ അതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അതിൽ ബ്രോഡ് ആയിട്ട് നിൽക്കുന്ന വളരെ കംപ്ലീറ്റ് ആയ എനർജീസിനെ നമുക്ക് റിട്രീവ് ചെയ്യുക, അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. ഇതൊക്കെ ഞാൻ പറയുമ്പം വളരെ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഇത് വളരെ കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആക്ച്വലി എവറിത്തിങ് ഈസ് സോ സിമ്പിൾ. നമ്മളിൽ ആ കോംപ്ലക്സിറ്റി മെല്ലെ മെല്ലെ നമ്മുടെ മൈൻഡ് കാര്യങ്ങൾ അബ്സോർബ് ചെയ്ത് തുടങ്ങുമ്പോൾ മാറും. സോ നമുക്ക് എന്താ പറയാ, ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് ചിലത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തപ്പോൾ മൈൻഡ് എടുക്കുന്ന ഒരു മെക്കാനിസമാണ് നമ്മളെ ഉറക്കി കിടത്തുക എന്ന് പറയുന്നത്. നമ്മുടെ അനസ്തേഷ്യ നമ്മളെ ഉറക്കും. അത് നമ്മുടെ സബ് കോൺഷ്യസ് ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം കഴിഞ്ഞാൽ നമ്മളിലെ എന്താ പറയുക ഒരു ലോജിക്കൽ മൈൻഡ് ഇന്റർഫിയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റിയലി വോണ്ട് ടു എക്സ്പീരിയൻസ് ഓൾ ദീസ് തിങ്സ്. എന്നുവെച്ചാൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനും ഹയർ പ്ലെയിൻ ഓവറോൾ എക്സ്പീരിയൻസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. സോ നോർമലി എന്ത് പറ്റും, നമ്മൾ ലോജിക്കലി ഭയങ്കര സ്റ്റക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഹൈജാക്ക് ചെയ്യും നമ്മുടെ അറ്റൻഷൻ.
അപ്പൊ നമ്മളെ അങ്ങ് ഉറക്കും, നമ്മളെ നന്നായിട്ട് താരാട്ടൊക്കെ പാട്ടി നമ്മളെ അങ്ങ് ഉറക്കും. പക്ഷെ മനസ്സിലാകുക, ഉറങ്ങിയാലും ഒന്നും നഷ്ടപ്പെടാനില്ല, സബ് കോൺഷ്യസിൽ എല്ലാം ഉണ്ടാവും. ലേറ്റർ ഉണർന്നു വരുമ്പോൾ നമ്മളൊന്ന് ഇന്റന്റ് ചെയ്യുക, എന്തൊക്കെ ഞാൻ ഈ ഒരു ട്രാവലിലൂടെ എക്സ്പീരിയൻസ് ചെയ്തു അത് മെല്ലെ മെല്ലെ എന്നെ ലോജിക്കലി മനസ്സിലാകുന്ന രീതിയിൽ എനിക്കൊന്ന് പറഞ്ഞു തരിക. ബിക്കോസ് നമ്മൾ ടു മച്ച് ലോജിക്കൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് മെല്ലെ മെല്ലെ അത് പുറത്തേക്ക് വരുള്ളൂ. മറിച്ച് നമ്മൾ കുട്ടിക്കാലം മുതലേ കുറച്ചൊരു ഇമാജിനേഷനും ഒക്കെ ഉള്ള ആളുകളും ആർട്ടിസ്റ്റിക് ആയിട്ടും നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. ഓക്കെ, ഏഞ്ചൽസ് ഉണ്ട്, ഫെയറി ടൈൽസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ, ഈവൻ ദൈവം ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, കാരണം ക്രിയേറ്റർ ഇല്ലെന്ന് വിചാരിക്കുന്നത്, നമ്മൾ സ്വയംഭൂ ആണെന്നാണ് പലരും വിചാരിക്കുന്നത്. ബട്ട് ദർ ഇസ് എ ക്രിയേറ്റർ. സോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ സയൻസ് മാത്രമാണ് ട്രൂത്ത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സബ് കോൺഷ്യസ് മൈൻഡ് അവർ ഉറക്കിക്കിടത്തും. അല്ലാത്ത ആളുകൾക്ക് സബ് കോൺഷ്യസ് മൈൻഡ് അവർക്ക് ഉണർന്നു നിൽക്കാനും അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം ഒരുക്കി തരും. സോ നമ്മുടെ പ്രോസസ് എല്ലാം വളരെ സ്പോണ്ടേനിയസ് ആണ്. മോർ ആൻഡ് മോർ ഓൾ ദി പ്രോസസ് ആർ ഇൻ എ ടെലിപ്പതിക് വേ. ഡോണ്ട് തിങ്ക് എന്റെ സ്പീച്ചോ ഞാൻ തരുന്ന സജഷൻസോ അല്ല നിങ്ങൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മോർ ആൻഡ് മോർ ഇറ്റ് ഈസ് ദി എനർജറ്റിക് മീഡിയമാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് യുവർ മാസ്റ്റേഴ്സ്, യുവർ ഗൈഡ്സ് ആൻഡ് സോ മെനി ആർ ഹെൽപ്പിംഗ് ഇൻ ദിസ് മോമെന്റ്. സോ അത് നമ്മൾ കാണാൻ തുടങ്ങിയില്ല എങ്കിൽ, നമ്മുടെ മാസ്റ്റേഴ്സ്, ഗൈഡ്സ് നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. അവരാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയം. അവരെന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. അവർക്ക് അടുത്തടുത്ത് പ്ലെയിനിൽ പോകണമെങ്കിൽ നമ്മളെ ഇവിടെ നിന്ന് വലിച്ച് അടുത്തേക്ക് എത്തിക്കണം. മനസ്സിലായില്ല? അവർക്ക് അവരവരുടേതായ പർപ്പസ് ഉണ്ട്. ഓക്കെ, ബട്ട് ദേ ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ വെരി അൺകണ്ടീഷണൽ വേ. സോ സ്ട്രെച്ചിങ് ദി ഹാർട്ട് ബ്രെത്ത് എന്ന് പറയുന്നതിൽ നമ്മൾ ചെയ്യുന്ന ആനാപാനസതിയിൽ തന്നെ ഒബ്സർവ് ചെയ്യുന്ന സമയം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം, ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഹാർട്ടിലൂടെ ബ്രെത്ത് കയറുന്നതായും റൈറ്റ് സൈഡിലൂടെ പുറത്ത് പോകുന്നതായ ഈ ഒരു സർക്കുലർ ബ്രെത്ത് ആണ് നമ്മൾ ഒബ്സർവേഷനിൽ കൊണ്ടുവരുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. വൺ മോർ ടൈം ഐ എം ഷെയറിംഗ്. The breath which is coming, entering through the left side of your heart. Left side. നമ്മുടെ ബ്രോഡ് ഹാർട്ടിന്റെ വിഡ്ത്തിന്റെ ലെഫ്റ്റിലൂടെ ശ്വാസം കയറുന്നു, ഉള്ളിലൂടെ ഇറങ്ങി റൈറ്റിലൂടെ പോകുന്നു, എഗെയിൻ ലെഫ്റ്റിലൂടെ കയറി വരുന്നു. ദിസ് ഈസ് കോൾഡ് എ സർക്കുലർ ബ്രെത്ത്. ആനാപാനസതി. The breath which is coming through the left side, going out through the right side. This is the way. So ഈ വേ ആയിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ബ്രെത്ത് ഒബ്സർവേഷനിൽ, പ്രോസസ്സിൽ. So when you are ready for the process, you can say yes. 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 Yes, sir. Yes, sir. Yes, wonderful. Yes. Yes. Yes, sir. Yes, good. Yes. Yes. So now we can start. You can all close your eyes, clasp your fingers and cross your legs. The first next 2 minutes, you are completely observing the natural normal breath, the breath which is coming to you through the left side of your heart and the breath which is leaving from you through the right side of your heart. നമ്മുടെ ഹാർട്ടിന്റെ വിത്തിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ ശ്വാസം അകത്ത് കയറുന്നു, ഹാർട്ടിനകത്തൂടെ ലൈഫിലൂടെ സഞ്ചരിച്ച് ആ ബ്രെത്ത് കുറച്ച് നേരം സ്റ്റേ ചെയ്തിട്ട് മെല്ലെ റൈറ്റ് സൈഡിലൂടെ ആ ശ്വാസം പുറത്തേക്ക് പോകുന്നു, തിരിച്ച് വീണ്ടും വരുന്നു. In this moment, I like you to visualize, imagine or pictureize. നമ്മുടെ സങ്കല്പ ശക്തി ഉപയോഗിച്ച് നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു ശക്തി, ആ ശക്തിക്ക് പേരുണ്ടാവാം, പേരുണ്ടാവാതിരിക്കാം, ചിലപ്പോൾ ഒരു ലൈറ്റ് ആയിരിക്കാം. ബട്ട് ഗീവ് എ ഫോം. അതിനൊരു ഫോം കൊടുത്ത് നമ്മുടെ മുമ്പിലായിട്ട് ആ ഒരു ശക്തിയെ ഫീൽ ചെയ്യുക. ഇറ്റ്സ് എ ശക്തി, ഇറ്റ്സ് എ ഗോഡ് ഫോം. യു ആർ ഗിവിംഗ് എ ഫോം ടു ദാറ്റ് ഗോഡ്, ദാറ്റ് എനർജി. It can become Jesus, it can become Krishna, Shiva,
Parvati Devi, or any other medium. You feel that is the Shakti, that is the creator. You are giving that creator energy. ഒരു ക്രിയേറ്റർ എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ശക്തിയെ മുമ്പിൽ ഇമാജിൻ ചെയ്യുക. യു ആർ യൂസിങ് യുവർ ഇമാജിനേഷൻ, എ സ്പോണ്ടേനിയസ് ഇമാജിനേഷൻ നൗ. Once you get it, slowly every time the breath is coming, you feel from the right side of the heart. നിങ്ങളുടെ മനസ്സിന്റെ, നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ശക്തിയുടെ ഹൃദയത്തിന്റെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു ഊർജം പുറത്തേക്ക് വരുന്ന ഊർജമാണ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ഹാർട്ട് റിസീവ് ചെയ്യുന്നത്. ആ ഊർജം അല്പസമയം ഹാർട്ടിന്റെ സെന്ററിൽ വന്ന് ഹൃദയാകാശത്തിലൂടെ ചില മാജിക് ഒക്കെ കാണിച്ചിട്ട് മെല്ലെ റൈറ്റ് സൈഡിലൂടെ പുറത്തേക്ക് പോകുന്നു. ആ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, ആ ശക്തിയുടെ ലെഫ്റ്റ് ഹാർട്ടിലൂടെ അൺകണ്ടീഷണലി റിസീവ് ചെയ്യാണ്. വിത്ത് ദാറ്റ് മച്ച് ലവ്. അഗെയിൻ വിത്ത് ദാറ്റ് ലവ് ആ ശക്തിയുടെ ഹൃദയത്തിനുള്ളിലിട്ട് ആ എനർജിയെ മോർ ആൻഡ് മോർ പ്യൂരിഫൈ ചെയ്ത് അഗെയിൻ റൈറ്റ് സൈഡിലൂടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാണ്. ആൻഡ് യു ആർ അഗെയിൻ റിസീവിംഗ് ത്രൂ യുവർ ലെഫ്റ്റ് സൈഡ്. Stay on this process for another 2 minutes and experience that inner heart magical energy inside your heart space. ഹൃദയാകാശത്തിനുള്ളിൽ എന്ത് തരത്തിലുള്ള മാജിക്കൽ എനർജീസ് ആണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, പരിപൂർണമായി അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ അനുവദിക്കുക. ആ എനർജി ഈസ് കംപ്ലീറ്റ്ലി ഫിൽ യുവർ ഹോൾ ബോഡി ആൻഡ് മേക്ക് യുവർ ബോഡി മോർ സേഫ്, സെക്യൂർ, സെറ്റിൽഡ് ആൻഡ് റിലാക്സ്. നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ശക്തിയിൽ നിന്നും വരുന്ന ഊർജം, ആ ശക്തിയുടെ ഹൃദയത്തിന്റെ വലത്തെ സൈഡിലൂടെ റൈറ്റ് സൈഡിലൂടെ ഒഴുകുന്ന ഊർജം അവനവന്റെ ലെഫ്റ്റ് സൈഡിലൂടെ റിസീവ് ചെയ്യാണ്. ആ ഊർജം ഹൃദയത്തിന്റെ മധ്യഭാഗത്തെത്തി അതിനുള്ളിൽ ഒരുപാട് പ്രോസസ്സിങ്, ക്ലിയറിംഗ് all that emotional wounds, all that traumatic experience staying and stuck in that broad heart, that coming out from betrayal or abandonment, that energy is working inside and living out. അതിൽ നിന്നുമുള്ള എല്ലാ ടോക്സിൻസും റൈറ്റ് സൈഡിലൂടെ പുറത്തേക്ക് പോവുകയാണ്. ആ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ശക്തി അൺകണ്ടീഷണലി അതിനെ പ്യൂരിഫൈ ചെയ്യാൻ എടുക്കുകയാണ്. ശിവൻ കാളകൂട വൃക്ഷം കുടിക്കാൻ ശ്രമിച്ചതുപോലെ നമ്മളിൽ നിന്നും പോകുന്ന ആ ടോക്സിക് എനർജിയെ നമ്മൾ വിശ്വസിക്കുന്ന ശക്തി കംപ്ലീറ്റ് ആയിട്ട് എംബ്രേസ് ചെയ്യാണ് ആൻഡ് ടേക്കിംഗ് ഇറ്റ് ആൻഡ് ത്രൂ ഹിസ് ഓർ ഹെർ ഓൺ ഹാർട്ട് സ്പേസ് പ്യൂരിഫൈയിങ് ഇറ്റ്. അതിനെ ആ ഹാർട്ട് സ്പേസിൽ പ്യൂരിഫൈ ചെയ്ത് അഗെയിൻ ഗിവിംഗ് യു ബാക്ക് ആസ് എ ഫ്രഷ് എനർജി, മോർ വൈബ്രന്റ് ഹീലിംഗ് എനർജി. Stay there and observe your normal natural breath in your Hridaya Akasha. Focusing on the left side, you are allow the breath to come. On the right side, the breath is going. Again from the left side, the breath is coming. Ana, the breath is staying and going and one with this breath. Last one more minute, you are completely with your Anapanasati. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ നിന്നും ഊർജം ആ ശക്തിയുടെ ഹൃദയത്തിന്റെ റൈറ്റ് സൈഡ് വലത്തെ ഭാഗത്തിൽ നിന്നും മെല്ലെ അതൊരു സർക്കിൾ പോലെ അവനവന്റെ ഇടത്തെ ഭാഗത്തൂടെ ലെഫ്റ്റ് സൈഡിലൂടെ ഹൃദയത്തിനുള്ളിൽ ഇറങ്ങി ആ ഹൃദയത്തിന്റെ മധ്യഭാഗത്ത് വന്ന് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ മാജിക്കൽ പ്രോസസ് ഓഫ് healing inside all the betrayal and all that abandonment energies, that traumatic energies which you know or which is unknown for you. It doesn't matter. Put this intention inside and be with your breath, and more your attention is there, and allow the heart to position in this moment of moving the energy free flowing, and that energy is going out, all that toxic energy is going out through the right side of your heart. That again a Shakti
കംപ്ലീറ്റ് ആയിട്ട് വളരെ സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയോടുകൂടി നിങ്ങളിൽ നിന്നും വരുന്ന ആ ഒരു ഊർജത്തെ റിസീവ് ചെയ്യുന്നു. അത് ആ ഒരു ശക്തിയുടെ ഹൃദയത്തിന്റെ മധ്യഭാഗത്തിട്ട് പ്രോസസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തതിനു ശേഷം again giving to you and you are receiving your whole attention on in the center of your heart, hridayakasham. Last 30 more seconds. In this moment you are so courageous, you are so playful, you are so adventurous, you are so ready to travel back in time to a very significant life moment or a symbolic dream space, which can come in the form of a symbolic message or coming in the form of a real story, a real lifetime. So whatever comes to you, accept as it is. ഏത് രീതിയിലാണോ വരുന്നത്, ചിലപ്പോൾ ഒരു സ്റ്റോറി ആയിരിക്കും, ചിലപ്പോൾ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആയിരിക്കും, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. 10. You start the journey through your Hridayakasha. There is a long tunnel which is helping you go back in time to a very significant moment you experience narrow heart. 9. Connect to that narrow heart lifetime with more enthusiasm. 8. 7. 6. 5. 4. All that betrayal issues, abandonment issue, lifetime. 3. You are connecting, traveling very quickly through this tunnel. At the end of the tunnel, you can see a bright light. 2. And 1. You are jumping into the light, and light is helping you and guiding you to that significant lifetime. 1. That light is slowly taking you. മെല്ലെ മെല്ലെ എടുത്ത് ആ ലൈറ്റ് മെല്ലെ ഒരു ഗ്രൗണ്ടിലേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാണ്. നിങ്ങളുടെ ഹോൾ ബോഡി, ദാറ്റ് ബോഡി വിച്ച് ഈസ് റിയലി അപ്രോപ്രിയേറ്റ് ഫോർ ദാറ്റ് ലൈഫ് ടൈം, ആ ലൈഫ് ടൈമിന് പറ്റുന്ന ആ ശരീരത്തിലേക്ക്, ആ വെഹിക്കിളിലേക്ക് എൻട്രി ചെയ്ത് മെല്ലെ യു ആർ ഗ്രൗണ്ടഡ്. ലുക്ക് ഡൗൺ ആൻഡ് ഒബ്സർവ് വാട്ട് യു ആർ സീയിങ് ആൻഡ് ഫീലിംഗ്. എന്ത് തരത്തിലുള്ള ഗ്രൗണ്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? In the same moment, you are so protected in this journey, so safe. All the guides and masters are with you. So you are so enthusiastically touch your feet, feel the temperature which is coming from that ground. ആ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ടെമ്പറേച്ചർ മനസ്സിലാവുന്നു. ആ ഗ്രൗണ്ട് എന്ത് തരം ഗ്രൗണ്ട് ആണെന്ന് കാണാൻ സാധിക്കുന്നു. അതിലൂടെ മെല്ലെ ബോഡിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് എന്ത് തരം ശരീരമാണ്? ഇസ് ഇറ്റ് എ മസ്കുലിൻ ബോഡി ഓർ ഇസ് ഇറ്റ് എ ഫെമിനിൻ ബോഡി? ആ ബോഡിയെ അറിയാൻ സാധിക്കുന്നു. ബോഡിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ബോഡിയുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സെൻസേഷൻസ് അറിയാൻ സാധിക്കുന്നു. അതിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വികാരങ്ങളെ അറിയാൻ സാധിക്കുന്നു. അറ്റ് ദി സെയിം ടൈം കണക്ട് ടു ദാറ്റ് നാരോ ഹാർട്ട്, ദി ഹാർട്ട് വിച്ച് ഈസ് നാരോ ഇൻ ദാറ്റ് മൊമെന്റ്. ആൻഡ് സ്പോണ്ടേനിയസ്ലി ഐ എം കൗണ്ടിങ് ഫ്രം 3 to 1. ഈ സമയം ഞാൻ 3 to 1 കൗണ്ട് ചെയ്യുമ്പം you are going back in time to that very significant experience in that lifetime which make your heart narrow. നാരോ ആയിട്ട് മാറ്റിയ ആ എക്സ്പീരിയൻസിലേക്ക് കണക്ട് ചെയ്യാണ്. 3. going back and back in time to that significant moment. 2. ഹാർട്ടിനെ നാരോ ആക്കിയ ആ ഒരു നിമിഷത്തിലേക്ക് you are spontaneously entering now. 1. feel that all your masters are guiding you. You can easily touch there, whatever the experience, you are ready to experience, you are ready to relive like an actor or actress. Action, you enter into that experience completely, fully experience that emotions, fully experience that feeling, complete it, complete all the pain, all the pleasures in this experience, fully relive. ആ എക്സ്പീരിയൻസിൽ എത്ര പേരുണ്ട്? ആ എക്സ്പീരിയൻസ് സമയത്ത് അവനവന്റെ പ്രായം, ആ ലൈഫ് ടൈമിന്റെ നേച്ചർ, എവറിത്തിങ് യു ആർ എക്സ്പീരിയൻസിങ് ഫ്രം യുവർ മൾട്ടി ഡയമെൻഷണൽ എനർജി. എ പാർട്ട് ഈസ് completely into that experience and another part is easily witnessing that experience also.
Once you completely experience it in this moment, I am counting from 1 to 3. You move forward in time to the last event of that lifetime, that is the death moment. As a narrow heart, how you died, that is the time you are entering now. 1, 2, connecting to that death moment, you experience that narrow heart and that death moment, whatever you experience, connect to that moment. 3, observe, are you alone or anybody with you, what you are experiencing with this narrow heart energies. And observe your final thoughts, final emotions, final feelings at that time of death, and completely release all that emotions through your breath in this moment. From this divine energy you are receiving, in this time you are consciously breathing, you are inhaling, you are taking all the energies through your left side. Exhale, you are releasing the energy through your right side. When that situation is traumatic in nature, that death is so misery, you can breathe out in a very strong way. And with that breathing, completely you are letting go all that traumatic energy in that narrow heart lifetimes. Release all that betrayal issues and abandonment feelings, and that thought is completely you are releasing through your breath in this moment. Yes, take one more minute, completely release it. With each and every breath, you take all that toxic energy you experienced in that lifetime. Exhale, you are releasing it, completely releasing, and make yourself free. And feel that death moment. Feel the soul which is departing with a new thought to connect your broad heart lifetime, to connect to a life where you really want to experience the broad heart. So from that space, you are moving away and away from that body, elevating your consciousness in an aerial view. And in this aerial view, again, I'm counting from 5 to 1. You spontaneously travel to a space where you experience a broad heart, the heart which is so balanced as a broad heart. You are feminine, you are masculine, all the energies are balanced. 5, travel to that space. 4, 3, 2, connect to that moment in this time. 1, land on that surface. It is so safe, it is so interesting lifetime, completely a joyful life. Connect to that moment. You are so helping, you are so selfless. Connect to that lifetime, experience that broad heart you experienced. You are feminine, you are masculine, all the energies are so balanced. And connect to the gender, a life experience in a gender, a life experience in a relationship, completely immersed in that lifetime, and absorb the energy. Completely allow your consciousness to completely enter in that heart space which is so broad. Feel that energy and give a color to that energy in this moment. Make it a hologram. Give a color and shape to that energy so that holograph can completely absorb all the essence of broad heart in this moment. And dear friends, I'm counting from 1 to 5. You completely separate from that lifetime and feel that hologram standing in front of you, placing in front of you, wherever you are in this moment. 1,
Take all that hologram fulfilled with that broad heart energy to coming back and back and back in time to this current moment. 3, 4. Place that energy in front of you. Your eyes are completely closed. You can see that hologram. You can see that hologram filled with this energy. That hologram is big in nature, small in nature, whatever you can. Place it in front of you in your mental space. And 5. And in this moment, when you breathe in, all that energy which is coming from the hologram is entering through the left side of your heart. And exhale, it is going out to the universe. Again and again, you are inhaling, you are taking absorbing all the energies. Completely absorb all the energy from the hologram. More and more you absorb the energy, and slowly you can place it through your breath. You can slowly receive that hologram near and near and near and near and near. And the moment I count 3 to 1, spontaneously place this hologram inside your heart space, Hridayakasha, to that broader area. 3, 2, plug in that space, and 1. Place that hologram in that space. Place it completely, that hologram. Feel that hologram in that space. Once that hologram is touching inside your Hridayakasha, feel what type of sensation you are experiencing throughout your body. From that Hridayakasha, that hologram is sending the energy to the right side and left side. Make your heart broad in the safe, secure, and completely healing from all that betrayal and abandonment thought processing. It slowly take its own time to completely. Now it is astrally, it is healing. Physically, that healing will come to your life in a right moments. So trust the process of this hologram. Allow the hologram to heal that heart space. Heal that energy wherever it come in your childhood times, anytime. And in this moment, again I'm counting from 3 to 1. Through this Hridayakasha, you spontaneously connect to a childhood memory, a memory where you really experienced this broad heart, any age group. You really experienced it in this current life. It can experience in a one small event, or it can experience in a time period, wherever. ചിലപ്പോൾ ഒരു ഒറ്റ ഇവന്റിലായിരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്ത്, ചിലപ്പോൾ കുറച്ച് നാളുകൾ ഉണ്ടായിരുന്നേക്കാം, ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടായേക്കാം. ബട്ട് കണക്ട് ടു എ പർട്ടിക്കുലർ സിഗ്നിഫിക്കൻറ്റ് joyful memory in this current life. 3, all the way travel back, regressing all the way back to the time towards your childhood days. കുട്ടിക്കാലത്ത് ഈ ബ്രോഡ് ഹാർട്ട് എക്സ്പീരിയൻസ് ചെയ്ത ആ സുഖം, അതിൻ്റെ ആ രസം, അതിൻ്റെ ആ ഒരു ഇൻക്ലൂസീവ്നെസ്, എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റുന്ന ദി സൂത്ര ഓഫ് ഇൻക്ലൂഷൻ എക്സ്പീരിയൻസ് ചെയ്ത ആ മൊമെന്റ്. ആൻഡ് 1, touch that moment. Feel that giggling child. Feel that child full of that broad heart energy. Feel that joyful energy in this moment. Experience that joyful energy. And feel that joyful energy through your breath. Every inhalation, feel that energy is coming to your current physical body. Exhale with a sigh. Exhale with a breeze. You can feel it fully. That broad energy childhood day. It can be days, or it can be a day, or it can be a one moment, but touch to that very prime event. Stay there for another 2 minutes. Fully relieve that energy. Fully absorb it. Like drinking a juice or a coconut drink, or something very sweet, or thing you are having it. ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ രുചിയോടുകൂടി കഴിച്ച ഒരു ഭക്ഷണം പോലെ, യു കംപ്ലീറ്റ്ലി അബ്സോർബ് ദിസ് എനർജി, അബ്സോർബ് ദിസ് joyful moment of your broad heart in this current life. Connect to that moment. Yes, stay there for another 2 more minutes.
Last one more minute. Completely feel that joyful energy inside. In that joyful space, again connect your heart music, heart song, and be playful like a child in that space, dancing, jumping with this broad heart energy. Feel it fully, and you are singing from your broad heart, completely ever inclusive heart space. You are singing like anything. Your left side of the broad heart, right side of the broad heart is completely balanced in this moment, and from that space, you are singing and dancing and enjoying in that space in your astral Hridayakasha. Listen to my heart as it follows a dream, and it leads to a place that only I know. To know my heart is to follow a dream that only I can know. Listen to my heart as it follows a dream, and it leads to a place that only I know. To know my heart is to follow a dream that only I can know. Last 30 more seconds. Completely connect to that joyful energy from your childhood. Broad heart energy, singing, dancing like anything. Listen to my heart as it follows a dream, and it leads to a place that only I know. To know my heart is to follow a dream that only I can know. This moment again, feel that creator, that Shakti which you strongly trust and believe in this life is coming in front of you, and you can enjoy with your broad heart. The breath is traveling in a circular direction. For another one more minute, again enjoy this broad heart energy with Anapanasati. In this moment, the breath is coming through the left side of your heart, the breath is going through the right side of your heart, and it is connecting the creator and you become a co-creator, divine co-creator. Feel that divine co-creator energy inside you. Feel the potential of beauty, light, love, goodness, perfection and justice, freedom, joy inside your heart space. Completely feel in this moment, connecting to that moment.
Last 30 more seconds. Last 5 seconds. 1, every day in every way you are getting better and better. 2, every day you are realizing each and every dimension of your heart, understanding in a more deeper way. 3, slowly and gradually create a new pathway inside to heal that heart space. Very slowly it is integrating in your daily life. 4, completely trust the law of patience and tolerance. Completely connect your inner patience and tolerance for integrating all the wisdoms to experience Jnana Hridayam. And 4, slowly rubbing your palms, place on your eyes. And 5, completely place your eyes, slowly touching each and every part of your body, from head to face, eyes, touch with these palms. Love yourself, hug yourself, all the parts of your body you touch, feel, yes, beautiful, wonderful,